ഹായ് കൂട്ടുകാരേ, എല്ലാവരും വായോ. ഓണസദ്യയിലെ ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരൈറ്റാണ് നമ്മുടെ കുറുക്ക് കളന്ന് എല്ലാവർക്കും അറിയാലോ. അപ്പോൾ നമുക്ക് എല്ലാവർക്കും കൂടിയിട്ട് അത് അങ്ങോട്ട് വയ്ക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു പച്ച നേന്ത്രക്കായ, നല്ല മൂത്ത നേന്ത്രക്കായും ഒരു കഷ്ണം ചേനയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അത് ഒക്കെ ക്ലീനാക്കിയിട്ട് നേന്ത്രക്കായ നമ്മൾ സർക്കിട്ട് ഉപ്പേരിയൊക്കെ ഉണ്ടാക്കാനായിട്ട് കായ അരിയില്ലേ, അതുപോലെ ഇത്തിരി കനത്തിൽ ഒന്ന് ചെരിച്ചരിഞ്ഞേക്കണം കേട്ടോ. തീരെ കനം കുറയ്ക്കേണ്ട, അത്യാവശ്യം കനത്തിൽ. അതുപോലെ തന്നെ ചേനയും അത്യാവശ്യം കനത്തിൽ കഷ്ണങ്ങളാക്കിക്കോളൂ കേട്ടോ. എന്നിട്ട് അതിലേക്ക് നമ്മുടെ ലേശം ഒരു അര സ്പൂൺ മുളക് പൊടി അധികം വേണ്ട, നമ്മൾ കുരുമുളക് പൊടിയാണ് ഇതിലേക്ക് അധികം ഉപയോഗിക്കുക. അപ്പോൾ ഒരു കളറിന് വേണ്ടി മാത്രം ഒരു ലേശം നമ്മുടെ മുളക് പൊടിയും, പിന്നെ ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി, ചെറിയ സ്പൂൺ ഒരു മഞ്ഞൾപ്പൊടിയും, പിന്നെ ഒരു 2 സ്പൂണോളം നമ്മുടെ കുരുമുളക് പൊടി, ഞാൻ വീട്ടിൽ പൊടിച്ച കുരുമുളക് പൊടി. അതുകൊണ്ട് പാകത്തിന് ഉപ്പും കൂടി, പാകത്തിന് വെള്ളം. നമ്മുടെ ചേനയ്ക്കൊക്കെ അത്യാവശ്യം വേവ് ഉണ്ടാവും, നിങ്ങൾക്കറിയാലോ. അപ്പോൾ നമ്മൾ എടുക്കണ കഷ്ണത്തിനനുസരിച്ചിട്ട് നമ്മൾ വെള്ളം എടുക്കുക കേട്ടോ. എന്നിട്ട് അത് മൂടി വെച്ച് നല്ലോണം നമ്മൾ വേവിക്കുന്നു. ആ വേവിച്ച് കഴിഞ്ഞാൽ കുറച്ച് നെയ്യ്, ഞാൻ ഒരു സ്പൂൺ നെയ്യ് ഒഴിച്ചിട്ടുണ്ട്. അതൊക്കെയാണ് നമ്മുടെ കുറുക്ക് കാളന് ടേസ്റ്റ് കൊടുക്കുന്ന സാധനങ്ങൾ കേട്ടോ. അപ്പോൾ ആ നെയ്യും ഒഴിച്ചിട്ട് അതൊക്കെ ഒന്ന് നല്ലോണം ഒന്ന് വറ്റിച്ചെടുത്തിട്ട് അതിലേക്ക് നമ്മൾ എന്തൊഴിക്കണം, നമ്മുടെ തൈര്. അത്യാവശ്യം പുളിയുള്ള തൈര് കേട്ടോ. തീരെ പുളി കുറഞ്ഞ തൈര് എടുക്കാതിരിക്കോ, അത്യാവശ്യം നല്ല പുളിയുള്ള തൈര് തന്നെ എടുക്കണം കേട്ടോ. ആ തൈര് അത്യാവശ്യത്തിന് ഒഴിച്ചിട്ട് ആ ഇതിലേക്ക് കിടന്നിട്ട് വേണം നമ്മുടെ ഈ ചേനയും കായും കുറുകി ഒന്നും കൂടി ബാക്കിയുള്ള വേവ് അതിൽ കിടന്നിട്ട് വേണം വെന്ത് കുറുകാൻ വേണ്ടിയിട്ട് കേട്ടോ. എന്നിട്ട് അത് നല്ലോണം കുറുകിയതിന് ശേഷം നമ്മുടെ അരപ്പിനായിട്ട് നമ്മളിവിടെ എടുത്തിട്ടുള്ളത് ഒരു ചെറിയൊരു നാളികേരം, അത് ഫുള്ളായിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് 2 പച്ചമുളക്, പിന്നെ ജീരകം, നമ്മുടെ നല്ല ജീരകം, ഒരു അര സ്പൂൺ നല്ല ജീരകവും കൂടിയിട്ട് നല്ലോണം പേസ്റ്റ് ആക്കിയിട്ട്, അധികം വെള്ളം ഒഴിക്കാണ്ട് കുറച്ച് വെള്ളത്തിൽ അത് നല്ലോണം പേസ്റ്റ് ആക്കിയിട്ട് അരച്ചെടുക്കണം കേട്ടോ. എന്നിട്ട് നമ്മുടെ ഈ തൈര് ഇതിൽ കുറുകി വന്ന് ഒരുവിധം നല്ലോണം, വെള്ളം അധികം വേണ്ട, ചാറധികം ആവാണ്ട് കുറുകി നല്ലോണം വന്നതിന് ശേഷം നമ്മൾ ഈ അരപ്പിട്ട് ഒന്ന് തള വരണോട് കൂടിയിട്ട് നമ്മൾ തീ ഓഫ് ആക്കണം കേട്ടോ. എന്നിട്ട് പിന്നെ നമ്മുടെ അതിൽ കിടന്നിട്ട് അതങ്ങോട്ട് സെറ്റായിക്കോളും. എന്നിട്ട് പിന്നെ നമ്മൾ അടുത്ത പ്രധാനപ്പെട്ട ആയിട്ടാണ് നമ്മുടെ താളിപ്പൊഴിക്കൽ. അപ്പോൾ അതിനായിട്ട് നല്ല വെളിച്ചെണ്ണയിൽ നമ്മുടെ കടുക്, പിന്നെ ചിലവരുണ്ടല്ലോ അതിൽ ഉലുവ പൊടിച്ചിടും കേട്ടോ. ഞാനിതിൽ ഉലുവ പൊടിച്ചിട്ടിട്ടില്ല. അതിന് പകരം ഞാനിതിലേക്ക് കടുക് പൊട്ടിക്കുന്നതിലേക്കാണ് മുഴുവൻ ഉലുവ എടുത്തിട്ട് നമ്മൾ പൊട്ടിക്കുകയാണ് ചെയ്തേക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ താളിക്കാനായിട്ട് അതിലേക്ക് കടുക്, ഉലുവ, നമ്മുടെ ഉടക്കമുളക്, വേപ്പില, അത്യാവശ്യത്തിന് ഇതെല്ലാം അത്യാവശ്യത്തിന് എടുത്തോളൂ കേട്ടോ. ഇതാണ് നമ്മുടെ ഈ സാധനത്തിന് കൂടുതലായിട്ട് ടേസ്റ്റും എല്ലാം കൊടുക്കണത്. അപ്പോൾ ഈ താളിപ്പിന് പ്രധാനപ്പെട്ട ഒരു വിശേഷത തന്നെ ഉണ്ട് ഇതിന് കേട്ടോ, താളിപ്പിന്. അപ്പോൾ അതെല്ലാം കൂടി നല്ലോണം കടുക് പൊട്ടിച്ചതിന് ശേഷം നമ്മുടെ ഈ കുറുക്ക് കാളനിലേക്ക് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ നമ്മുടെ കുറുക്ക് കാളൻ സൂപ്പറായിട്ട് റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും നിങ്ങളും ഓണസദ്യക്കൊന്ന് ഒന്ന് ഉണ്ടാക്കി നോക്കിക്കോട്ടെ. എങ്ങനെയുണ്ട് നമ്മുടെ കുറുക്ക് കാളൻ്റെ ടേസ്റ്റ് എങ്ങനെയാണെന്ന് ഒന്ന് മനസ്സിലാക്കിക്കോളൂ. അപ്പോൾ എന്നെയും എൻ്റെ കുറുക്ക് കാളനെയൊക്കെ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. കാണാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ, ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പോൾ നാളെ നമ്മുടെ 3ാമത്തെ ഐറ്റായിട്ട് ഓടി വരാം കേട്ടോ. ടാറ്റാ, ബൈ ബൈ. നമ്മൾ കടുക് പൊട്ടിക്കണേൽ ഒരു ലേശം, ഒരു സ്പൂണോളം നെയ്യും കൂടി ചേർക്കണം കേട്ടോ. അതും കൂടി ചേർത്തിട്ടുണ്ട് ഞാൻ, അത് പറയാൻ മറന്നുപോയി. നെയ്യും കൂടി ചേർത്തിട്ട് വേണം കടുക് പൊട്ടിക്കാൻ കേട്ടോ. അപ്പോൾ ആ ഒരു ടേസ്റ്റ് ഇതിന് പ്രധാനപ്പെട്ടതാണ് കേട്ടോ. അപ്പോൾ അതും കൂടി എല്ലാവരും ചെയ്തോളൂ കടുക് പൊട്ടിക്കുമ്പോൾ.